+2 വിദ്യാർത്ഥിയുടെ മോശം കൂട്ടുകെട്ട് ചോദ്യം ചെയ്ത സഹോദരനും ബന്ധുവിനും മർദ്ദനം. മണ്ണടി സ്വദേശിയായ സുനീഷിന്റെ തലയ്ക്കടിയേറ്റു. വിദ്യാർത്ഥിയുടെ കൂട്ടുകാരാണ് ഇവരെ മർദ്ദിച്ചത് എന്നുകൂടി മനസ്സിലാക്കുന്നു. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. എല്ലാ ദിവസവും ഇപ്പോൾ ഈ മർദ്ദന വാർത്തകളുണ്ട്. അത് ബന്ധുക്കളെന്നോ കൂട്ടുകാരെന്നോ എന്നൊന്നും അതിലൊരു പരിഗണനയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കുന്ന, അടികൂടുന്ന കുറേ ആൾക്കാരെ കാണുന്നു. എന്താണ് സംഭവിക്കുന്നത് നാടിനെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്താണ് സംഭവം? മോശം കൂട്ടുകെട്ട് എന്ന് ചോദ്യം ചെയ്തതിന് +2കാരന്റെ കൂട്ടുകാർ ചേർന്ന് ബന്ധുക്കളെ അടിച്ചു. ഇതാണോ സംഭവം? അതായത് പ്രജിൻ, കേസിന് ആസ്പദമായ ഒരു സംഭവം നടക്കുന്നത് മാർച്ച് 2-ാം തീയതിയാണ്. ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കഥ പോലീസ് പറയുന്നത്, +2 വിദ്യാർത്ഥിയുടെ മോശം കൂട്ടുകെട്ട് ഈ സഹോദരനും ഒപ്പം തന്നെ ബന്ധുവും ചോദ്യം ചെയ്തു. ഇത്തരം കൂട്ടുകെട്ട് ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം ഇവർ ഈ കുട്ടിയോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ +1 ഹോൾ ടിക്കറ്റ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടി വീട്ടിൽ വിദ്യാർത്ഥി എത്തിയ ആ സമയത്ത് കൂട്ടുകാരും ഉണ്ടായിരുന്നു. ആ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളൊക്കെ തുടർന്നു. പിന്നാലെയാണ് മാർച്ച് 2-ാം തീയതി ഇത്തരത്തിൽ കൂട്ടുകാർ സഹോദരനെ വലിയ തോതിൽ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇത് പിടിച്ചു മാറ്റാൻ ശ്രമിച്ച ബന്ധുവിനെ, അതായത് പിതൃ സഹോദരനെ ഷോക്കാബ്സർ കൊണ്ട് തലക്കടിക്കുകയും ചെയ്തു. ഷോക്കാബ്സർ കൊണ്ട് അടിയേറ്റ മണ്ണടി സ്വദേശി സുധീഷ് ഗുരുതരമായൊരു അവസ്ഥയിലാണുള്ളത്. അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ ക്രൂരമായൊരു മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഇതിന്റെ തല തന്നെ അടിച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രായപൂർത്തിയാകാത്ത 3 പേർ ഉൾപ്പെടെ 5 പേരെ അതിനകത്ത് പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും മാർച്ച് 2-നായിരുന്നു സംഭവം. ആദ്യഘട്ടത്തിൽ ബന്ധുക്കളൊക്കെയാണ് പരാതി നൽകേണ്ടെന്നൊരു തീരുമാനം ഈ ബന്ധുക്കൾ എടുത്തു. പക്ഷേ ഇത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ വിഷയം അറിയുകയും പോലീസിന്റെ കൂടി ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കേസിലേക്ക് കുടുംബം പോയതെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ മോശം കൂട്ടുകെട്ടുകളെ കുറിച്ചൊക്കെ ഉപദേശിക്കുന്നത്. എന്തായാലും കൂട്ടുകാരുടെ എന്താണ് പറയുക, സഹോദരന്റെ കൂട്ടുകാർ ചേർന്നാണ് രീതിയിൽ മർദ്ദിച്ചത്. എന്താണ് ആ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചതാണ് ഈ മർദ്ദനം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്നും പറയാനില്ല. നാട്ടിൽ നടക്കുന്നതൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രേക്ഷകർ ഇതൊക്കെ കാണുകയാണല്ലോ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്.